അനുഗ്രഹത്തിനും ആത്മീകമായ വളർച്ചയ്ക്കും പ്രയോജനത്തിനും പ്രചോദനത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാരംഭമായിട്ട് നമ്മൾ ഈ യൂത്തിൻ്റെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ ആഗ്രഹിക്കുക. കർത്താവനദാസൻ പിമേഷ് പാസ്റ്റർ മുന്നോട്ട് വന്ന് ഈ മീറ്റിങ്ങിനെ പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ സഹായിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഹൃദയമേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ യൂത്തിൻ്റെ മീറ്റിങ്ങിനെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ഡയറക്ടറായിട്ട് നിൽക്കുന്ന കർത്താവിൻ്റെ ദാസന് അമൽ പാഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് കൂട്ടിവരുത്തിയതായ അങ്ങയുടെ മക്കളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കങ്ങ് കൊടുത്തതായ താലന്തുകളെ ദൈവനാമ മഹത്വത്തിനായിട്ട് ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടി, ആത്മീയ കൃപയ്ക്ക് വേണ്ടി, അവിടുത്തെ മഹത്വത്തിന് വേണ്ടി അവിടുന്ന് പകർന്ന ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതെല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ, ദൈവരാജ്യത്തിലേക്ക് നയിക്കുവാൻ തൻ്റെ കുഞ്ഞുങ്ങളെ ഉയർത്തുന്നതിനായിട്ട് അവിടുന്ന് തൻ്റെ മക്കളുടെ മേൽ കൃപ പകർന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങളിൽ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കന്മാരെ, കുടുംബത്തെ എല്ലാം തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വം ഇന്ന് കുഞ്ഞുങ്ങളിലൂടെ അവിടുന്ന് ദേശത്തെ കർത്താവ് ഇന്ന് പകർന്ന് അനുഗ്രഹിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. അവിടുന്ന് പ്രാർത്ഥനയാചന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുകയാണ്. ആദ്യമായിട്ട് നമ്മളൊരു ചെറിയൊരു ചടങ്ങ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ യൂത്തിൻ്റെ മീറ്റിംഗ് വളരെ അനുഗ്രഹമായി മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിച്ചു. പ്രത്യേകാല യൂത്തിൻ്റെ മീറ്റിങ്ങിനെല്ലാം പ്രചോദനം നൽകുന്നതും ആ മീറ്റിംഗ് അനിവാര്യമായ കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച് അതിനായി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് പ്രിയ കർത്താവനദാസൻ പ്രകാശ് പാസ്റ്ററാണ്. പ്രിയ പരിശുദ്ധദാസനും തൻ്റെ കുടുംബവും ഒരുപാട് നമ്മളോട് കൂടെ ഇന്ന് മീറ്റിങ്ങിനെല്ലാം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിൽ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങളെ പറഞ്ഞ് ഓരോ കുഞ്ഞുങ്ങളെയും മുന്നോട്ട് ബലപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയം പ്രിയ കർത്താവിൻ്റെ ദാസനും പ്രത്യേക യൂത്തിൻ്റെ മീറ്റിങ്ങിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് കൂടെ നിന്ന് ചെയ്യുന്ന പ്രിയ ഗ്ലോറി ചേച്ചിക്കും ഞങ്ങൾ ഈ സമയം ഒരു ആദരവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ യൂത്തിൻ്റെ എല്ലാ കുഞ്ഞുങ്ങളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ പ്രാരംഭമായിട്ട് ആ ചടങ്ങ് ചെയ്യുവാൻ ഞാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. പ്രാരംഭമായി കർത്താവിൻ്റെ ദാസൻ പ്രകാശ് പാസ്റ്ററിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. പ്രിയ പരിശുദ്ധദാസന് ഒരു പൊന്നാട അണിയിച്ചുകൊണ്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റ് നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. പ്രത്യേക പ്രിയ കർത്താവിൻ്റെ ദാസന് ആ പൊന്നാട അണിയിക്കുവാനും ആ ഗിഫ്റ്റ് നൽകുവാനും കർത്താവിൻ്റെ ദാസൻ ജോർജ് പാസ്റ്റർ ഇപ്പോൾ മുന്നോട്ട് വന്നു. തുടർന്ന് പ്രിയ ഗ്ലോറി ചേച്ചി മുന്നോട്ട് വരുന്നതായിരിക്കും. തമിഴ്നാട് ദൈവസഭയിൽ പ്രിയ ശീല ചേച്ചി മുന്നോട്ട് വന്ന് യാതൊരു നൽകുന്നതായിരിക്കും. തുടർന്ന് നമ്മൾ മറ്റ് പ്രോഗ്രാമിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുക. ആദ്യമായിട്ട് നമ്മളൊരു ഡാൻസ് കാണാൻ വേണ്ടി പോവുകയാണ്. ഡാൻസ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇളമ്പള്ളി ദൈവസഭയിൽ നിന്ന് മരിയ ആൻഡ് ടീമായിരിക്കും. അവരെ ദൈവനാമത്തിൽ മുന്നോട്ട് ക്ഷണിക്കുന്നു. അവർ വേഗത്തിൽ വരേണ്ട ആവശ്യമാണ്. വേഗത്തിൽ വന്നാട്ടെ.
കാൽവരി കുന്നിന്മേ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. കാൽവരി കുന്നിന്മേ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. കയ്യിലാടി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കയ്യിലാടി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. എല്ലാവരും നല്ലൊരു കയ്യടി പ്രിയ മക്കൾക്ക് കൊടുത്താട്ടെ. പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം ധാരാളമായി മാനിക്കുമാറാകട്ടെ. തുടർന്ന് നമ്മൾ മനോഹരമായ നല്ലൊരു ഗാനം കേൾക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഗാനം മുന്നോട്ട് വന്ന് പാടുന്നത് തിർസയാൻ്റെ ടീമായിരിക്കും. അവരെ നാം ദൈവനാമത്തിൽ മുന്നോട്ട് ക്ഷണിക്കും. ആശകൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു. അനവരതം ദൂതസ്തുതി ചെയ്യും നാഥനെ ആനന്ദത്തോടെ ഞാൻ കണ്ടു. ആശകൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു. അനവരതം ദൂതസ്തുതി ചെയ്യും നാഥനെ ആനന്ദത്തോടെ ഞാൻ കണ്ടു. ആയിരം ആയിരം ദൂതസംഗീതങ്ങൾ ആമോദമോടെ പാടുന്നു. ആയിരം ആയിരം ദൂതസംഗീതങ്ങൾ ആമോദമോടെ പാടുന്നു. അതിൽ നടുവിൽ ഞാൻ ചെറുമീനമി ആത്മീയ ഗീതങ്ങൾ പാടി പാടി ഞാൻ. ആശകൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു.
അനവരതം ദൂതസ്തുതി ചെയ്യും നാഥനെ ആനന്ദത്തോടെ ഞാൻ കണ്ടു. ആ സ്വർഗനാടിൻ്റെ വീതികൾ കാണുകിൽ ആരും കൊതിച്ചിടുമെന്നുമേ. ആ സ്വർഗനാടിൻ്റെ വീതികൾ കാണുകിൽ ആരും കൊതിച്ചിടുമെന്നുമേ. ആനന്ദം കരകവിഞ്ഞൊഴുകിടും ആ സ്വർണ്ണ വീതികൾ കണ്ടാൽ ആരിലും. ആശകൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു. അനവരതം ദൂതസ്തുതി ചെയ്യും നാഥനെ ആനന്ദത്തോടെ ഞാൻ കണ്ടു. ആനവഗേഹത്തിൻ കാഴ്ചമാലോകമാ ആമോദമേകുമേ ആരിലും. ആനവഗേഹത്തിൽ കാഴ്ചമാനോക്തമാ ആമോദമേകുമേ ആരിലും. ആത്മസ്വരൂപനമീശനെ ആമോദമോടെ ശുദ്ധർ വാഴ്ത്തുമേ. ആശകൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു. അനവരതം ദൂതസ്തുതി ചെയ്യും നാഥനെ ആനന്ദത്തോടെ ഞാൻ കണ്ടു. ആശകൾ തൻ ചിറകുകൾ അനശ്വര തീരത്തു ഞാൻ ചെന്നു. അനവരതം ദൂതസ്തുതി ചെയ്യും നാഥനെ ആനന്ദത്തോടെ ഞാൻ കണ്ടു. നല്ലൊരു ഗാനം കേൾപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. അവർക്ക് നല്ലൊരു കയ്യടി എല്ലാവരും ആത്മാർത്ഥമായി എന്ന് കൊടുത്താട്ടെ. തുടർന്ന് നമ്മൾ അടുത്തൊരു മനപ്പാഠവാക്യം കേൾക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അത് നമ്മുടെ തമിഴ്നാട് ദൈവസഭയിൽ നിന്ന് കടന്നു വന്ന പ്രിയ മക്കളായിരിക്കും അത് നമ്മളോട് പറയുന്നത്. അതിനായി യോശുവയും തൻ്റെ ടീമിനെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. ആ 3 കുഞ്ഞുങ്ങളും മുന്നോട്ട് വന്ന് ഇപ്പോൾ നമുക്ക് വേണ്ടി ആ മനപ്പാഠവാക്യങ്ങൾ ഇവിടെ പറയുന്നതായിരിക്കും. എല്ലാവരും ആത്മാർത്ഥമായി കൈയടിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ ഒന്ന് മുന്നോട്ട് ക്ഷണിച്ചാട്ടെ. ஆதியில் வானம் தேவனே, ஆதியிலே தேவன் வானமும் பூமியும் சிருஷ்டித்தார். ஆதியாவும் 1:1. அப்புறம் கர்த்தர் என் மேய்ப்பராக இருக்கார், நான் தாழ்ச்சியடைகிறேன். சங்கீதம் 23:1. உன்னதமானவரின் மறைவில் இருக்கிறவன் சர்வ வல்லவருடைய நிழலில் தங்குவான். நான் கர்த்தரை நோக்கி, நீர் என் அடைக்கலம், என் கோட்டை, என் தேவன், நான் நம்பியிருக்கிறவர் என்று சொல்லுவேன். அவனை வேடனை கண்ணிக்கும் பாலாக்கும் கொள்ளை நோய்க்கும் தப்பிவிப்பார். சங்கீதம் 91:1-2-3. கர்த்தர் என் மேய்ப்பராக இருக்கிறார், நான் தாழ்ச்சியடையேன். கர்த்தர் என் மேய்ப்பராக இருக்கிறார், நான் தாழ்ச்சியடையேன். சங்கீதம் 23:1. என் கிருபை உனக்கு போதும். 2 கொரிந்தியர் 12:9. பிள்ளைகளே, உங்கள் பெற்றோருக்கும் கர்த்தருக்கும் கீழ்ப்படியுங்கள், இது நியாயம். எபேசியர் 6:1. നല്ലൊരു കയ്യടി പ്രിയ മക്കൾക്ക് കൊടുത്താട്ട് എല്ലാവരും ആത്മാർത്ഥമായി ഒന്ന് കൈയടിച്ചു. പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തമിഴ്നാട്ടിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹമായി മുന്നോട്ട് പോകുന്നു. തമിഴ്നാട്ടിലും പ്രിയ കുഞ്ഞുങ്ങളുടെ ആ പ്രവർത്തനങ്ങളും പ്രത്യേക ആത്മീകമായ വളർച്ചയെല്ലാം ആ ദേശത്തിനും അവർ ദൈവസഭകൾക്കെല്ലാം അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് നമ്മൾ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഫ്ലാഷ് മോബ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അത് പ്രിയ 7-ാം ദൈവസഭയിൽ നിന്ന് പ്രവീണ ആൻഡ് ടീം മുന്നോട്ട് വന്ന് ആ പ്രോഗ്രാം നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതായിരിക്കും. അവരെ ഞാൻ ദൈവനാമത്തിൽ മുന്നോട്ട് ക്ഷണിക്കും.
ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവിടെയായിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ, എല്ലാ ദൈവമക്കൾക്കും, തമിഴ്നാട്ടിൽ നിന്ന് കടന്നു വരുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദേവദാസിമാർക്കും എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഗോലിയാത്തിനെ വീഴ്ത്തിയ കല്ല്, അതുപോലെ യോനയെ വിഴുങ്ങിയ മത്സ്യം, മേലങ്കി, മുൾക്കിരീടം, ചാട്ടവാറ്, കുരിശിലെ ആണി, ഇവയൊക്കെ ചെറുതായിട്ട് നമുക്ക് തോന്നാം. എങ്കിലും ഇവയ്ക്കൊക്കെ പറയാൻ ഓരോ സന്ദേശങ്ങളുണ്ട്. അതാണ് ഞങ്ങളിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഗോലിയാത്തിനെ വീഴ്ത്തിയ കല്ല്. ഒരു പുഴക്കരയിൽ ആരും ശ്രദ്ധിക്കാതെ കിടന്നു. എന്നാൽ ദൈവ പദ്ധതിയിൽ നിസ്സാരമായവയും പ്രധാനപ്പെട്ടതുമാണ്. ഞാൻ യോനായെ വിഴുങ്ങിയ മത്സ്യം. ദൈവകൽപ്പന കേട്ട് സമുദ്രത്തിൽ കാത്തു നിന്നവൻ. അതൊരു ശിക്ഷയായിരുന്നില്ല, ദൈവപദ്ധതിയുടെ ഭാഗമായിരുന്നു. ഞാൻ യേശു ധരിച്ചിരുന്ന മേലങ്കി. യേശുവിനെ പരിഹസിക്കുന്നതിനായി ഉരിഞ്ഞെടുത്തു. എനിക്ക് വേണ്ടി ചീട്ടിട്ടു. എന്നാൽ യേശു അതെല്ലാം സഹിച്ചു. ഞാൻ മുൾക്കിരീടം. യേശുവിൻ്റെ ശിരസിലേക്ക് ആഴ്ന്നിറങ്ങിയ ഓരോ മുള്ളും നമ്മളോടുള്ള സ്നേഹത്തെ പറ്റിയായിരുന്നു. നമുക്ക് സ്വർഗകിരീടം നൽകാനായിരുന്നു. ഞാൻ യേശുവിനെ പ്രഹരിച്ച ചാട്ടവാർ. യേശു ഒരു വാക്കുപോലും എതിർത്തു പറഞ്ഞില്ല. യേശുവിൻ്റെ മുറിവുകളാൽ നിങ്ങൾ സുഖമാക്കപ്പെടും. ഞാൻ യേശുവിൻ്റെ കുരിശിലെ ആണി. എന്നാൽ ഞാനല്ല, നിങ്ങളോടുള്ള സ്നേഹമാണ് അവിടുത്തെ കുരിശോട് ചേർത്തത്. നമ്മൾ ഈ കണ്ട കാര്യങ്ങളെ ലളിതമായി ഒന്ന് പറയാം. മേലങ്കി, ദൈവപുത്രൻ എന്ന തേജസ്സിൻ്റെ അങ്കി. യേശു ഉരിഞ്ഞത് നമ്മെ ദൈവപുത്രന്മാരാക്കാനാണ്. ചാട്ടവാർ, യേശു ചാട്ടവാറിൻ്റെ അടി സ്വീകരിച്ചത് നമ്മെ ദണ്ഡനങ്ങളിൽ നിന്ന് വിടുവിപ്പാനാണ്. മുൾക്കിരീടം, യേശു മുൾക്കിരീടം ധരിച്ചത് നമുക്ക് തേജസ്സിൻ്റെ പൊൻകിരീടം നൽകാനാണ്. കുരിശിലെ ആണി, പറുദീസയിൽ നിന്ന് പാപം ചെയ്യുക വഴിയായി നമ്മെ മാറ്റി ഭൂമിയിൽ തറച്ചു. എന്നാൽ യേശു ഈ ആണിയിലൂടെ നമ്മെ സ്വതന്ത്രരാക്കി സ്വർഗീയവാസികളാക്കി. അതുകൊണ്ട് നാം എത്ര ചെറിയവരാണെങ്കിലും വലിയ കാര്യങ്ങൾ നമ്മിൽ നടക്കുമെന്ന് വിശ്വസിക്കുക. ദാവീദ് കയ്യിലെടുത്ത ആ കല്ലിനെ പോലെ. നമ്മുടെ ജീവിതത്തിലെ ചെറുതോ വലുതോ ആയ ഏത് കാര്യവും നമ്മുടെ നാശത്തിനായിട്ടല്ല, നമ്മുടെ വലിയ വിളിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനാണ്. ഇതാണ് യോനയെ വിഴുങ്ങിയ മത്സ്യം നമ്മളോട് പറയുന്നത്. ഞങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളോടും നന്ദി അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വെറൈറ്റി പ്രോഗ്രാം കാണുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് ധാരാളമായി മാനിക്കുകയും അവിടുന്ന് ഉപയോഗിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമ്മൾ ഒരു ഡാൻസ് കാണാൻ വേണ്ടി വീണ്ടും സമയത്ത് വേർതിരിക്കുകയാണ്. ഡാൻസ് നമുക്ക് മുമ്പ് കളിക്കുന്നത് ഇളമ്പള്ളി ദേവസഭയിലെ പ്രിയ അലീനി ആൻഡ് ടീമാണ്. അവർ മുന്നോട്ട് വന്നിപ്പോൾ ആ ഡാൻസ് നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതായിരിക്കും. Action. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാം. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാം. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാം.
സോദരായി കാണാൻ കാലമായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയാ പ്രിയൻ താൻ ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയാ പ്രിയൻ താൻ വാസമൊരുക്കാൻ പോയാ പ്രിയൻ താൻ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ ഒരുങ്ങി നിന്നോ തന്നോടു കൂടെ മണിയറയിൽ വാഴാൻ കാലമായി ഒരുങ്ങി നിന്നോ തന്നോടു കൂടെ മണിയറയിൽ വാഴാൻ കാലമായി മണിയറയിൽ വാഴാൻ കാലമായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ 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 അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ഡാൻസ് കാണുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. അവർക്ക് നല്ലൊരു കയ്യടി ആത്മാർത്ഥമായി എല്ലാവരും ഒന്ന് കൊടുത്താട്ടെ. ദൈവം പ്രിയ കുഞ്ഞുങ്ങളെ ധാരാളമായി മാനിക്കട്ടെ. തുടർന്ന് നമ്മൾ തമിഴ്നാട്ടിൽ ദൈവസഭയിൽ നിന്ന് കടന്നു വന്ന പ്രിയ യോശുവയും ടീമും മുന്നോട്ട് വന്ന് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് സോങ് നമുക്ക് മുമ്പാകെ പാടുന്നതായിരിക്കും. അവരെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. ஹல்லேலூயா. மனுஷனுக்குள்ள பெரிய ஆண்டவர் வந்தா பெரிய பெரிய அற்புதங்கள் நடக்கும். உன் உள்ளத்துக்குள்ள தேவ வல்லவர் வந்தா உன்னை கண்டு எல்லாம் நடக்கும். சின்ன மனுஷனுக்குள்ள பெரிய ஆண்டவர் வந்தா பெரிய பெரிய அற்புதங்கள் நடக்கும். உன் உள்ளத்துக்குள்ள தேவ வல்லவர் வந்தா உன்னை கண்டு எல்லாம் நடக்கும். உனக்கண்ட அற்புதங்கள் நடக்கும். உலகமே உன்னை பார்த்து வியக்கும். உனக்கண்ட அற்புதங்கள் நடக்கும். உலகமே உன்னை பார்த்து வியக்கும். உன் உள்ளத்துக்குள்ள எல்லாரும் மனுஷனுக்குள்ள பெரிய ஆண்டவர் வந்தா பெரிய பெரிய அற்புதங்கள் நடக்கும். உன் உள்ளத்துக்குள்ள தேவ வல்லவர் வந்தா உன்னை கண்டு எல்லாம் நடக்கும். உனக்குள்ள பெரிய ஆண்டவர் வந்தா பெரிய பெரிய அற்புதங்கள் நடக்கும். உன் உள்ளத்துக்குள்ள தேவ வல்லவர் வந்தா உன்னை கண்டு எல்லாம் நடக்கும். தேடி ஓடி வந்ததையா கூட்டம். தேடி ஓடி வந்ததையா கூட்டம். நீலவுடன் யார்
மனுஷனுக்குள்ள சின்ன மனுஷனுக்குள்ள பெரிய ஆண்டவர் வந்தா பெரிய பெரிய காரியங்கள் நடக்கும். உன் உள்ளத்துக்குள்ள தேவ வல்லவர் வந்தா உன்னை கொண்டு எல்லாம் நடக்கும். சின்ன மனுஷனுக்குள்ள பெரிய ஆண்டவர் வந்தா பெரிய பெரிய அற்புதங்கள் நடக்கும். உன் உள்ளத்துக்குள்ள தேவ வல்லவர் வந்தா உன்னை கொண்டு எல்லாம் நடக்கும். உனக்கு அற்புதங்கள் நடக்கும். உலகமே உன்னை பார்த்து வியக்கும். உனக்கு அற்புதங்கள் நடக்கும். உலகமே உன்னை பார்த்து வியக்கும். உன் மனுஷனுக்குள்ள பெரிய ஆண்டவர் வந்தா பெரிய பெரிய காரியங்கள் நடக்கும். உன் உள்ளத்துக்குள்ள தேவ வல்லவர் வந்தா உன்னை கண்டு எல்லாம் நடக்கும். பெரிய ராட்சசனை பார்த்தேன் ஓடி வந்ததையா ஆர்மி. பெரிய ராட்சசனை பார்த்தேன் ஓடி ஒளிந்ததையா ஆர்மி. பெரிய ராட்சசனை பார்த்து ஓடி ஒளிந்ததையா ஆர்மி. கூலா வந்தாரையா தாவீது. கூலாங்களை விட்டு கைத்தாரே. கூலா வந்தாரையா தாவீது. கூலாங்களை விட்டு கைத்தாரே. உன் உள்ளத்துல கர்த்தர் வந்தா எல்லாமே மாறும். சின்ன மனுஷனுக்குள்ள பெரிய ஆண்டவர் வந்தா பெரிய பெரிய காரியங்கள் நடக்கும். உன் உள்ளத்தில் உள்ள தேவ வல்லவர் வந்தா உன்னை கண்டு எல்லாம் நடக்கும். அல்லேலூயா. നല്ലൊരു മനോഹരമായ ഗാനം കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. എല്ലാവരും ആ പ്രിയ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് പ്രിയ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കാം. വരും കാലഘട്ടത്തിൽ ദൈവം അവർ ധാരാളമായി അവിടുന്ന് ഉപയോഗിക്കുമാറാകട്ടെ. തുടർന്ന് നമ്മൾ വീണ്ടും ഒരു പാട്ടും കൂടെ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. ആ പാട്ട് പാടുന്നത് 7-ാമത് ദിവസഭയിൽ നിന്ന് പ്രിയ പ്രവീണയും ടീമുമായിരിക്കും. അവരെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്.
ഇവിടെ ഞാൻ വേറുമൊരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വേറുമൊരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും, ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും, ഇണയാകും യേശുവോട് ചേർന്നാൽ മതി, ഇണയാകും യേശുവോട് ചേർന്നാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. പ്രിയനെനിക്കിനിയേകും ദിനമൊക്കെയും ഉയർത്തിടാം സുവിശേഷ കൊടിമന്നിൽ. പ്രിയനെനിക്കിനിയേകും ദിനമൊക്കെയും ഉയർത്തിടാം സുവിശേഷ കൊടിയമന്നിൽ. ഇടക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ, ഇടക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ തിടുക്കമാണെൻ മണാളൻ വന്നാൽ മതി, തിടുക്കമാണെൻ മണാളൻ വന്നാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. മനോഹരമായ നല്ലൊരു ഗാനം കേൾപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. നല്ലൊരു കയ്യടി പ്രിയ മക്കൾക്ക് നമ്മൾ കൊടുത്ത് അവരെ അനുഗ്രഹിക്കാം. തുടർന്ന് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കടന്നു വന്ന പ്രിയ കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നൊരു ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ് നമുക്ക് മുമ്പിൽ കളിക്കുന്നതായിരിക്കും. അവരെ ദൈവനാമത്തിൽ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. சின்ன படகு ஒன்று சிங்காரமாய் போகிறது. சின்ன
അനുഗ്രഹപ്പെട്ട നല്ലൊരു ഡാൻസ് കാണുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. പ്രിയ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു കയ്യടി നമുക്ക് കൊടുത്ത് തുടർന്ന് നമ്മളൊരു ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി സമയത്ത് വേർതിരിക്കുകയാണ്. നമ്മളോട് ദൈവത്തിൻ്റെ തിരുവചനം ഇന്ന് ഈ വൈകുന്നേര സമയത്ത് നമ്മൾ സംസാരിക്കുന്നത് കിടങ്ങൂർ ദൈവസഭയിലെ സിസ്റ്റർ ക്രിസ്റ്റീനയായിരിക്കും. പ്രിയേച്ചിനെ ഞാൻ ദൈവനാമത്തിന് മുന്നോട്ട് ക്ഷണിക്കുകയാണ്. പ്രിയേച്ചി ഇപ്പോൾ മുന്നോട്ട് കടന്നു വന്ന് ദൈവം തനിക്ക് നൽകിയ ദൈവവചനത്തിൽ നിന്നുള്ള ചിന്ത നമ്മളോട് ഈ സമയം കൈമാറുന്നതായിരിക്കും. എല്ലാ കരങ്ങളും അടിച്ച് പ്രിയേച്ചിനെ നമുക്ക് സ്റ്റേജിലോട്ട് ക്ഷണിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ആയിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന കർത്താവിൽ പ്രിയപ്പെട്ട ദൈവദാസന്മാർ, ദൈവസഭകൾ, ഇവിടെ ആയിരിക്കുന്ന ഓരോ ദൈവജനത്തിനും വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ദൈവവചനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരുപാട് ദൈവവചനം നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മഹനീയം ബൈബിൾ സ്കൂൾ തന്നെയാണ്. അവിടെ നമ്മുടെ ബൈബിൾ സ്കൂൾ തുടങ്ങി അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്യാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അതിനുവേണ്ടിയുള്ള എല്ലാ മുഖാന്തരങ്ങളും ഒരുക്കി തന്നത് നമ്മുടെ ശ്രേഷ്ഠ ദൈവദാസനാണ്. നമുക്കറിയാം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും പുരുഷന്മാർക്ക് മാത്രം എല്ലാവരും എന്താ പറയുന്നത് അവസരങ്ങൾ, പ്രസംഗത്തിനുള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെയല്ല, നിങ്ങളും ദൈവവചനം പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവദാസൻ ഞങ്ങൾക്ക് അതിനുവേണ്ടി ഒരുക്കി തന്ന അവസരങ്ങൾ വളരെ അധികമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സമയത്ത് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ടും ഗ്രാജുവേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അനേക ഇടങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ കൺവെൻഷൻ്റെ സമയത്താണെങ്കിലും നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുവാനായിട്ട് കർത്താവ് അതിനെ സഹായിച്ചു. ഇന്ന് വളരെ നാളുകൾക്ക് ശേഷമാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ദൈവവചനമായിരിക്കാൻ കർത്താവ് അതിനെ സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു തിരുവചനം വേദഭാഗം വായിക്കാം. 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യമാണ്. ഞാൻ തന്നെ വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ലതും വിലയേറിയതുമായ നല്ല സമയത്തിനായി സ്തോത്രം, നൽകിത്ത നല്ല പ്രോഗ്രാമുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ഈ തിരുവചനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സംസാരിക്കുന്ന അടിയനല്ല, ദൈവവചനം എഴുതപ്പെട്ട അതേ ആത്മാവിൽ സംസാരിപ്പാൻ തൊക്കൊണ്ടും കർത്താവ് സഹായിക്കണം. ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. മാനവ മഹത്വം എടുക്കണം. യേശു കർത്താവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. അതിൻ്റെ അകത്ത് ആകപ്പാടെ എന്നെ ചിന്തിപ്പിച്ച 2 കാര്യമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിളിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പാണ്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നവർക്ക് മലയാളം മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലയോ എന്നും എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടത് പറയണം. സോ എന്നെ ചിന്തിപ്പിച്ച 2 കാര്യമേ ഉള്ളൂ, വിളിയും തിരഞ്ഞെടുപ്പും. വിളി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ദൈവജനത്തിൻ്റെ വിളി എന്ന് പറയുന്നത് മറ്റുള്ള അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ബാക്കിയുള്ള മനുഷ്യരെക്കാളും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വിളിയാണ് ദൈവജനത്തിൻ്റെ ഉള്ളത്. അതായത് നമ്മൾ ദൈവവചനത്തിൽ പഠിക്കുകയാണെങ്കിൽ പത്രോസിൻ്റെ ലേഖനത്തിൽ തന്നെ 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. അപ്പോൾ ഇപ്രകാരം ഒരു വിളി ഞാനിങ്ങനെ പഠിച്ചിട്ടുണ്ട്. ദൈവസഭ അല്ലെങ്കിൽ പുതിയ നിയമ ദൈവസഭ, നമ്മളായിരിക്കുന്നത് പുതിയ നിയമ ദൈവസഭയാണ്. അപ്പോൾ ഈ ദൈവസഭയെ ദൈവം വിളിച്ചിരിക്കുന്നത് പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് വിളിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. ആ വിളി എന്നാണ് ഈ പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അന്ധകാരത്തിൽ നിന്ന്, നമ്മൾ എവിടെയായിരുന്നു? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, നമ്മളായിരുന്ന ഇരുട്ടിൽ നിന്ന് അത്ഭുതകരമായൊരു പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ച ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമ്മുടെ വിളി എന്ന് പറയുന്നത്
നമ്മൾ ചുറ്റുപാട് നോക്കിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെയുള്ള പല പ്രമുഖന്മാരെയും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വില അല്ലെങ്കിൽ നമ്മളുടെ പവർ എത്രമാത്രമാണെന്ന് നമ്മൾക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുമ്പോൾ മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മൾ കൈയടിച്ച് പാട്ട് പാടുന്നു, നമ്മൾ ഒച്ച വെക്കുന്ന കുറേ ഒരു കൂട്ടം ആൾക്കാർ, ഇങ്ങനെയാണ് മറ്റുള്ളവർ നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു ലേബൽ എന്ന് പറയുന്നത്. എന്നാൽ ആ ലേബലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്ന കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പുരോഹിത വർഗം അല്ലെങ്കിൽ ഒരു രാജകീയ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ആ വിളിയാണ് ദൈവം നമ്മളിൽ ഓരോരുത്തരിലും തന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം, ഇനി നമ്മൾ ഇവിടെ നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പല്ല. ആ തിരഞ്ഞെടുപ്പിന് നമുക്കറിയാം, ചുമ്മാ ചാടി കയറി നമുക്കിപ്പോൾ ഒരു ഇലക്ഷന് കയറി നമുക്ക് മത്സരിക്കാനായിട്ട് പറ്റത്തില്ല. അതിന് നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ ചില ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മൾ എന്തായിരിക്കണം, അതിന് നമുക്കതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഒരു ദൈവജനത്തിൻ്റെ വിളി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ എന്ന് കണ്ടതോ അല്ലെങ്കിൽ ഇന്നലെ കണ്ടു അല്ലെങ്കിൽ ഇന്ന് കണ്ടു അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ല. ദൈവജനം വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്, ലോക സ്ഥാപനത്തിന് മുന്നേ അല്ലെങ്കിൽ നമ്മളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലൗകികപരമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പല്ല. ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ചില പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്, ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ നമ്മുടെ പഴഞ്ചൊല്ലുണ്ട്, ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ലെന്ന്. ഇതുപോലെ തന്നെ ഒരു അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പാപ്പാൻ്റെ അല്ലെങ്കിൽ ആ കൺട്രോൾ ചെയ്യുന്ന ആളിൻ്റെ ആ വടീനെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെയും കണ്ട് പേടിച്ച് നിൽക്കുമ്പോൾ ആനയ്ക്കൊരു പക്ഷെ അതിൻ്റെ അതിൻ്റെ വലിപ്പം അറിയത്തില്ല. അതൊന്നും ഇടഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് ദൈവജനത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത്. നമുക്ക് എത്രമാത്രം പവർ തന്നിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. നമ്മളുടെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ഏതു വിധത്തിലുള്ളതാണ് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ മേലാത്തത് കൊണ്ടാണ് പല പ്രതിസന്ധികൾ വരുമ്പോൾ അല്ലെങ്കിൽ പല പ്രതികൂലങ്ങൾ വരുമ്പോൾ അല്ലെ നമ്മളെക്കാൾ ശക്തരായ ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ അവിടെ ഒതുങ്ങിപ്പോകുന്നത്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഇനി ഞങ്ങളൊക്കെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ വചനം പഠിച്ചുകൊടുപ്പോൾ ഞങ്ങൾ കേൾക്കുന്നത് കർത്താവ് വരും അല്ലെങ്കിൽ ലോക അവസാനമാകുമ്പോൾ ഇന്ന കാര്യങ്ങൾ സംഭവിക്കും, യുദ്ധങ്ങളുണ്ടാകും, യുദ്ധശ്രുതികൾ കേൾക്കും, രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം, വീടുകൾ തമ്മിൽ പ്രശ്നം, ഇങ്ങനെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തലമുറയായപ്പോഴത്തേക്കും യുദ്ധം എന്ന് പറയുന്നത് വെറും ഒരു കേൾവിയേക്കാൾ ഉപരി നമ്മളത് എന്ത് ചെയ്യും, നമ്മളത് സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മളും അത് അനുഭവിച്ച് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനിയും നമ്മളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ നമ്മൾ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റു മനുഷ്യരെ പോലെ നമ്മൾ വേറെ ഒന്നിനും പോയില്ലെങ്കിലും നമ്മൾ ദൈവജനം എന്നുള്ള പേര് കേട്ടുകൊണ്ട് ഇവിടെ നിന്നതുകൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗത്തിൽ നമ്മൾക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഓരോ കാര്യങ്ങളും ലോക സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പം ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരു ഇസ്രായേലും അല്ലെങ്കിൽ ഒരു അമേരിക്കയും അല്ലെങ്കിൽ ഒരു ഇറാനും തമ്മിൽ മാത്രം നിൽക്കുന്ന ഒരു സംഭവമല്ല. ഇനി അത് വളർന്ന് അല്ലെങ്കിൽ ഇനി അത് കൂടിക്കൂടി മറ്റു രാഷ്ട്രങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും അത് എത്തി ദൈവവചനം പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ തീക്കായിട്ട് ഭൂമിയെ ഇനി അവസാനിപ്പിക്കുക അല്ലെങ്കിൽ തീക്കായിട്ട് ഭൂമിയെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു അവസാനത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുക. ഇനിയും നമ്മൾക്ക് ഇവിടെ അവസരമില്ല. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം എന്നാണ് ദൈവവചനം പറയുന്നത്. ഇനിയും ദൈവത്തിൻ്റെ വചനം കേട്ട് നമ്മളുടെ മേലുള്ള വിളിയും തിരഞ്ഞെടുപ്പും കേട്ട് അതിനനുസരിച്ച് നമ്മൾ നിന്നില്ല എന്നുണ്ടെങ്കിൽ ശേഷം മനുഷ്യരെക്കാൾ അതിനേക്കാൾ ക്രൂരമായിട്ടുള്ള ഗതിയായിരിക്കും നമുക്ക് വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, നമ്മളുടെ വിളിയും തെരഞ്ഞെടുപ്പും. എൻ്റെ മേലുള്ള വിളിയല്ല നിങ്ങളുടെ മേലുള്ളത്, നിങ്ങളുടെ മേലുള്ളതല്ല നിങ്ങൾ തൊട്ടടുത്ത ആൾക്കാരുടെ മേലിരിക്കുന്നത്. ദൈവ വിളി എന്ന് പറഞ്ഞ ഇറ്റ്സ് പേഴ്സണൽ, അത് തികച്ചും വ്യക്തിപരമായിട്ടാണ്. രക്ഷ എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിലുള്ളവർ രക്ഷിക്കപ്പെട്ടു, അവർ വിശ്വാസ ജീവിതം നയിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്നു എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടി അല്ല. വ്യക്തിപരമായിട്ടാണ് രക്ഷ അല്ലെങ്കിൽ നിത്യജീവൻ എന്ന് പറയുന്നത്. ആ നിത്യജീവൻ അല്ലെങ്കിൽ ആ രക്ഷ നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ ഓരോരുത്തരുടെയും മേലുള്ള വിളിയും
തിരഞ്ഞെടുപ്പും ഏതാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ നമ്മൾ ഉറച്ചു നിൽക്കാനായിട്ടും ഈ ദിവസങ്ങളിൽ നാളുകളിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായിട്ടും അതുമാത്രമല്ല അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നവരാകുവാനായിട്ടും നാം ഓരോരുത്തരും തയ്യാറാവണം. അതിനായി ഈ വചനങ്ങളെ പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുന്നു. എനിക്ക് ഇത്ര സമയം തന്ന കർത്താവിൻ്റെ ദാസന്മാർക്കും എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവജനത്തിനും വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. സ്തോത്രം. അനുഗ്രഹപ്പെട്ട നല്ലൊരു തിരുവെഴുത്ത് കേൾപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിച്ചു. പ്രിയ ക്രിസ്ത്യനെ ചേച്ചി എൻ്റെ സൺഡേ സ്കൂളിലെ ഒരു അധ്യാപികയും കൂടിയാണ്. പ്രിയ ചേച്ചിയിലെ നല്ല അനുഗ്രഹപ്പെട്ട നല്ല വചനം പരിശുദ്ധമാവ് പ്രിയ ചേച്ചിക്ക് നൽകി തന്നത് നമ്മളുമായി ചിന്തിപ്പാൻ ഒരുമിച്ച് ആഗ്രഹിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ ചേച്ചിനെ ദൈവം ഇനി ധാരാളമായി അവിടുന്ന് മാനിക്കുമാറാകട്ടെ. തുടർന്ന് നമ്മൾ ഒരു സ്കിറ്റ് കാണാൻ വേണ്ടി പോവുകയാണ്. ആ സ്കിറ്റ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് 7 മൈൽ ദേവസഭയിലെ കുഞ്ഞുങ്ങളായിരിക്കും. ആ കുഞ്ഞുങ്ങളെ ദൈവനാമത്തിൽ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. എല്ലാവരും വേഗത്തിൽ കടന്നു വരേണ്ടത്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി ഇവിടെ ആയിരിക്കുന്ന ദേവദാസൻ ദേവദാസി തമിഴ്നാട്ടിൽ നടന്ന എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങൾ ചെറിയൊരു സ്കിറ്റാണ്. ഒരു 12 വർഷമായിട്ട് ബൈബിളൊരു കഥാപാത്രമാണ്. 12 വർഷമായിട്ട് രക്തസ്രാവത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീക്ക് വിടുതൽ കിട്ടിയ ഒരു സ്കിറ്റാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അത് തമിഴിലായിരിക്കും അതിൻ്റെ ഓഡിയോ പ്ലേ ചെയ്യുന്നത്. 2 வருஷமாக ஒருத்தவங்களுக்கு உடம்பு சரியில்லாமல் இருந்தால் எப்படி இருக்கும்னு கொஞ்சம் நினச்சி பாருங்களேன். சாதாரண காய்ச்சல் இல்லை, நிற்காமல் போகிற இரத்தப்போக்கு. அந்த பெண் தங்கிட்ட இருக்கிற எல்லா பணத்தையும் ஹாஸ்பிட்டலுக்கு செலவு பண்ணிட்டாங்க. ஆனால் உடம்பு சரியாகிறதற்கு பதிலாக இன்னும் மோசமாகிக்கிட்டே போகுது. அந்த காலத்தில் முறைப்படி அவளை யாரும் தொடமாட்டாங்க. அவளால் யார் கூடவும் பழக முடியாது. ரொம்ப தனிமையில் கவலையில் அவங்க இருந்தாங்க. அப்போதான் அவங்க இயேசுன்ற ஒரு பேரை கேள்விப்படுறாங்க. அவர் தொட்டால் எந்த நோயும் குணமாகும்னு ஜனங்க பேசிக்கிறாங்க. அவங்க மனசுக்குள்ளே ஒன்று நினைக்கிறாங்க, நான் அவரோட ஆடையை மட்டும் தொட்டால் போதும் எனக்கு குணமாயிரும் அப்படின்னு. அவங்களுக்கு பெரிய சத்தம் போடவோ அவர்கிட்ட பேசவோ விருப்பம் இல்லை. ஒரு செகண்ட் அவரை தொட்டால் போதும்னு நினைக்கிறாங்க. நடுங்குற கையால் அவரோட மேலங்கியோட ஓரத்தை லைட்டாக தொடுறாங்க. அந்த நிமிஷமே அவங்களுக்குள்ள ஒரு மாற்றம். ரத்தம் நின்னது, வலி காணாமல் போச்சு. 12 வருஷத்துக்கு அப்புறம் இப்போ தான் அவங்க முழுசாக குணமானதை உணர்றாங்க. இயேசு என் மேலங்கியை தொட்டது யாரு அப்படின்னு கேட்குறாரு. அவரோட சீஷர்கள் சிரிக்கிறாங்க. என்ன இயேசுவே இப்படி கேட்குறீங்க? இவ்வளவு கூட்டம் உங்களை இடிச்சிட்டு வருதே, எல்லாரும் தானே உங்களை தொடுறாங்க அப்படின்னு சொல்கிறாங்க. ஆனால் இயேசுவுக்கு தெரியும், இது தற்செயலாக இடித்தது இல்லை, தொட்டது இல்லை, ஒருத்தரோட நம்பிக்கை என்னை தொட்டது அப்படின்னு அவர் சொல்கிறார். தப்பு பண்ணிட்டோமோன்னு அந்த பெண் ரொம்ப பயந்தாங்க. ஆனால் இயேசு அவங்கள ரொம்ப அன்பாக பார்த்தாரு. அவர் அவங்கள ஒரு நோயாளியாக பார்க்கல. மகளே, உன் நம்பிக்கை உன்னை குணமாக்கிருச்சு அப்படின்னு சொன்னார். அந்த பெண் ரொம்ப சந்தோஷமாக நிமிர்ந்து நடந்து போனாங்க. இந்த கதை என்ன சொல்லுதுன்னா, எவ்வளவு பெரிய கூட்டமாக இருந்தாலும் ஏசப்பா நம்மளை கவனிக்காமல் விட மாட்டார். நம்ம மனசில் இருக்கிற ஒரு சின்ன வேண்டுதலையும் நம்பிக்கையும் கூட அவர் கண்டிப்பாக உணர்வார். ജനക്കൂട്ടത്തിൻ്റെ ഇടയിലാണെങ്കിലും ദൈവം നമ്മളെ ശ്രദ്ധിക്കാതിരിക്കില്ല. നമ്മുടെ മനസ്സിലെ ചെറിയൊരു പ്രാർത്ഥനയും വിശ്വാസവും പോലും അദ്ദേഹം തിരിച്ചറിയും. തുടർന്ന് ഞങ്ങളൊരു പാട്ട് പാടിയിട്ട്
നല്ല അനുഗ്രഹപ്പെട്ട നല്ല സ്കിറ്റും അതിൻ്റെ ശേഷം നല്ല അനുഗ്രഹപ്പെട്ട നല്ല ഗാനം പാടി ദൈവത്തെ ആരാധിപ്പാനും ദൈവം നമ്മളെ സഹായിച്ചു. അതിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ ഏഴാമരി ദിവസഭയിലെ പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് ധാരാളമായി അവിടുന്ന് മാനിക്കുമാറാകട്ടെ. ഇനി മുന്നോട്ട് നമ്മുടെ പ്രോഗ്രാം ഒന്നുമില്ല, എല്ലാം ഇവിടെ കൊണ്ട് എൻ്റെ ആവുകയാണ്, തീരുകയാണ്. ഇതിനു മുമ്പ് ചെറിയൊരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മളിവിടെ നടത്തിയ മീറ്റിംഗ് എന്ന് പറയുന്നത് യൂത്ത് മീറ്റിംഗ് ആണ്. യൂത്ത് മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂത്തിലെല്ലാ കുഞ്ഞുങ്ങളും ഈ മീറ്റിങ്ങിൽ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന താലന്തുകളും കഴിവുകളുമെല്ലാം ഇവിടെ അവതരിപ്പിക്കുവാനും അതെല്ലാം വരും കാലഘട്ടത്തിൽ ഒരുപാട് ഉപയോഗപ്രദമായി കർത്താവിനെ ധാരാളമായി ഉപയോഗിക്കേണ്ടതിന് വേണ്ടിയാണ്. നമുക്കറിയാം, ഞാൻ പറഞ്ഞു യൂത്തിൻ്റെ മീറ്റിംഗ് എന്ന് പറയുന്നത് യൂത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. പക്ഷേ പലർക്കും യൂത്തിൻ്റെ മീറ്റിങ്ങിൽ ആത്മാർത്ഥത കാണിക്കുന്നില്ല. യൂത്തിൻ്റെ ആ മീറ്റിങ്ങിലുള്ള സമയം പലരും വേണ്ട വിധം ഉപയോഗിക്കപ്പെടുവാൻ അവർക്ക് ആർക്കും ആഗ്രഹമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ട ഒരു അനുഭവ സാക്ഷി ഈ സമയം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുക. നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം. കർത്താവിൽ പ്രശസ്തനായ ഒരു അഭിഷക്തൻ്റെ ദൈവദാസൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു അനുഭവ സാക്ഷിയാണ്. ആ കർത്താവിൻ്റെ ദാസൻ ആ കൃപയിലേക്ക് വരുവാൻ കാരണമായി തീർന്ന ഒരു സാക്ഷി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആ സാക്ഷി ഇങ്ങനെയാ. ആ അഭിഷക്ത ദാസൻ ദൈവത്തെ അറിയാത്ത സമയത്ത് ഒരു സുവിശേഷ യോഗത്തിൽ വന്നിരുന്ന സമയത്ത് ദൈവവചനം ഒരു ദൈവദാസൻ ശുശ്രൂഷിക്കുകയാണ്. ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ അഭിഷക്തൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ദൈവത്തെ ഒരു ശൗലിന് വേണ്ടെങ്കിൽ മറ്റൊരു ശൗലിനെ എഴുന്നേൽപ്പിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യിക്കുവാൻ ദൈവം ശക്തനാണ്. ഒരു യൂത ദൈവത്തെ തള്ളിപ്പറഞ്ഞെങ്കിൽ മറ്റൊരു യൂതയുടെ കയ്യിൽ തൂലിക കൊടുത്തുകൊണ്ട് ലേഖനം എഴുതി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ഒരു ശീമോന് ദൈവത്തെ വേണ്ടെങ്കിൽ വയലിൽ നിന്ന് വിളിച്ചിറക്കി ഒരു ശീമോനെ ക്രൂശ് എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പക്ഷെ നഷ്ടമാകുന്നത് നമുക്കായിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ മീറ്റിംഗ് എല്ലാം ഇവിടെ നടത്തുന്നത് നമ്മുടെ ആത്മീകമായ അനുഗ്രഹത്തിനും മുന്നോട്ടുള്ള ആത്മീകമായ വളർച്ചയ്ക്കും വേണ്ടിയാണ്. നമ്മുടെ ആത്മീകമായ ജീവിതത്തിലും ദൈവം ഉദാസീനത കാണിക്കുകയും നമ്മുടെ ജീവിതം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ മീറ്റിങ്ങിനെല്ലാം അനുഗ്രഹമായി തീരണമെങ്കിൽ കർത്താവിന് വില കൊടുത്തുകൊണ്ട് ഈ നാളിൽ നല്ലൊരു ആത്മീക ജീവിതം നമ്മളിലൂടെ നയിക്കാനും മാതൃകയുള്ളൊരു ജീവിതം അനേകർക്ക് മുമ്പിൽ ജീവിപ്പാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നോ ചെറിയൊരു ചിന്ത ഞാൻ നിങ്ങൾക്കുള്ളിൽ ഇടുകയാണ്. തുടർന്ന് ഏഴാമൽ ദിവസഭയിലെ കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്ന് ദൈവത്തെ പാടി ആരാധിക്കുന്നതായിരിക്കും. അവരെ ഞാൻ ദൈവനാമത്തിന് മുന്നോട്ട് ക്ഷണിക്കുന്നു. രാജ്യമൊരുക്കിത
നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയം നല്ല പിതാവേ, അപ്പോൾ ഒരിക്കൽ നല്ല മനോഹരവും വിലയേറിയതുമായ സമയത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ക്രിസ്മസ് മിനിസ്ട്രിയുടെ 15ാമത്തെ ജനറൽ കൺവെൻഷൻ്റെ 2ാം ദിവസം ഈ പകൽ സമയവും ഉച്ചകഴിഞ്ഞ ശേഷവുമെല്ലാം ഞങ്ങൾ ദൈവത്തിൻ്റെ പാതപടത്തിലായിരിക്കാലം കർത്താവ് കൃപ തന്നു. രാവിലെ കാലം നടന്ന ലേഡീസ് മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അതിനുശേഷം നടന്ന യൂത്ത് മീറ്റിങ്ങിനെ കർത്താവ് മനോഹരമാക്കി അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. തുടർന്ന് വൈകുന്നേരം നടക്കുന്ന ഞങ്ങളുടെ ആനുവൽ കൺവെൻഷനെ കർത്താവിന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസാന്നിധ്യം കൂടിയിരിക്കണമേ. വരുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും കടന്നു വരാൻ തക്കണം കർത്താവ് സഹായിക്കണം. കാലാവസ്ഥകൾ ഞങ്ങൾക്ക് അനുകൂലമാവാൻ കർത്താവ് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും സ്വന്തവും ഉചിതവുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ അവിടുന്ന് ചെയ്തെടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം ശുശ്രൂഷിക്കുന്ന അഭിഷേക ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിത്രയാൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് മറ്റ് അഭിഷേക ദേവദാസന്മാരെ ദൈവമക്കളെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരെല്ലാം എൻ്റെ കർത്താവ് രാത്രികാലം അവിടുന്ന് മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ആത്മീകമായ ശുശ്രൂഷകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത്രത്തോളം സമയം ദിവസം ആയിരിക്കും കൃപ തന്നു. ദൈവം ഇനിയും അവിടെ തുറന്ന് പറഞ്ഞ് മാനിക്കും, അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ കരം ഞങ്ങളോട് കൂടെ ഇരുന്ന് എല്ലാം അനുഗ്രഹമായി തീർക്കാൻ തക്കണം കർത്താവ് സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കൂടി വന്ന ഓരോരുത്തർക്കും ഈ മീറ്റിംഗ് ഒരു അനുഗ്രഹത്തിനും നന്മയ്ക്കും വിടുതലിനും ആത്മീകമായ വളർച്ചയ്ക്കും കാരണമായി തീരാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം മാറ്റുന്നതിനായ സ്തോത്രം. ഞങ്ങളുടെ ബലമുള്ള കരങ്ങളെ പൂർണ്ണമായി താഴ്ത്തുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.